ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടാവാൻ പാടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശം. രോഗികളോട് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണം. ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസിംഗ് നടത്തേണ്ടെന്നും അങ്ങനെ ഉണ്ടായാൽ കർശന നടപടി എടുക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ആലപ്പുഴ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഡോക്ടർമാരുടെ ഭാഗത്തുള്ള പിഴവുകൾ വൈകിയാണെങ്കിലും ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പെട്ടിരിക്കുന്നു. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ആണ് ഉയർന്നിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടിയിലേക്ക് തന്നെയാണോ ആരോഗ്യവകുപ്പ് കടക്കുന്നത്? അതിൻ്റെ സൂചനകളാണോ ആരോഗ്യമന്ത്രി നൽകിയിരിക്കുന്നത്? അനിൽ നമ്പ്യാർ, അങ്ങനെ തന്നെയാണ്. സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ കഴിഞ്ഞ കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചികിത്സാ പിഴവുകളെല്ലാം കണക്കിലെടുത്താണ് ഇന്ന് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നത്. ഈ യോഗത്തിലെ നിർദ്ദേശങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഡോക്ടർമാരുടെ ഭാഗത്ത് ഇനി ഒരു വീഴ്ച ഉണ്ടാകാൻ പാടില്ല. രോഗികളോട് ഇടപെടുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്ന ചർച്ചയിൽ ആരോഗ്യമന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ടീമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം. ഈ രോഗികളെ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. സ്വകാര്യ പ്രാക്ടീസ് അനുവദിക്കുന്നതല്ല. അങ്ങനെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായത്. അതോടൊപ്പം തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയോട് ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. DMO റിപ്പോർട്ട് നൽകണമെന്ന് ഇപ്പോൾ ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടു. നമുക്കറിയാം, 2 സംഭവങ്ങളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംഭവിച്ചിട്ടുള്ളത്. 75 വയസ്സുകാരിക്ക് ചികിത്സ നിഷേധിച്ചു എന്നാരോപിച്ച് കൊണ്ടുവന്ന സമരം, അതോടൊപ്പം തന്നെ പ്രസവത്തിൽ അമ്മ മരിക്കുന്ന സംഭവം, തുടരെ 2 സംഭവങ്ങളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നടന്നത്. ഇതിന് സമാനമായ രീതിയിൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും 3 തവണയാണ് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവയവം മാറി ശസ്ത്രക്രിയ ചെയ്തു എന്ന് തന്നെയാണ്. ഇത്തരം ഗുരുതരമായ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഇനി സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നൊരു നിർദ്ദേശം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പുതുതായിട്ട് ഇന്നലെ തിരുവനന്തപുരം അമ്മയും കുഞ്ഞും ആശുപത്രി, തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രി ഡോക്ടറുടെ അനാസ്ഥ കാരണം ഗർഭസ്ഥ ശിശു മറ്റ സംഭവം. അപ്പോൾ ഇത്തരത്തിൽ തുടരെ ഉണ്ടാകുന്ന സംഭവങ്ങളിലൊക്കെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി അങ്ങോട്ട് കർശനമായിട്ടുള്ള നടപടി എടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടാവാൻ പാടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശം. രോഗികളോട് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണം. ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസിംഗ് നടത്തേണ്ടെന്നും അങ്ങനെയുണ്ടായാൽ കർശന നടപടിയെടുക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ആലപ്പുഴ കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.